അത് പിന്നെ ഈ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ തിന്ന കൊതി തീരണേന് മുമ്പ് ഞാൻ കയറി അങ്ങ് വലുതായി എന്ന് കരുതി അത് തിന്നൽ നിർത്താൻ പറ്റുമോ? പെണ്ണ് വലുതായി എന്നും പറഞ്ഞ് മരം കയറ്റം അങ്ങോട്ട് നിർത്താൻ പറ്റുമോ? ഇനിയിപ്പോൾ കല്യാണപ്രായമായി എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചലൊക്കെ അങ്ങ് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ചെറിയ ചെറിയ മെമ്മറികളിലൂടെ ഇപ്പോഴും ജീവിക്കണത് പലർക്കും ഒരു ഉന്മേഷവും എനർജിയൊക്കെ തരാറില്ലേ? ഫ്ലാഷ് ബാക്കിലേക്കുള്ള ആ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് പകുതി അസുഖം വരെ കുറയ്ക്കുന്ന ഒരു മരുന്നാണെന്ന് ഞാൻ പറയൂ കേട്ടോ. എന്തിനധികം പറയുന്നു, പണ്ടുള്ള ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റിയുടെ രഹസ്യം വരെ പാടത്തും പറമ്പത്തും ചേറിലും ചെളിയിലും തോട്ടിലുള്ള കുളിയും അതൊക്കെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടല്ലേ. തോർത്തിലെ മീൻപിടുത്തവും ആ ഒരു കുളത്തിലുള്ള എല്ലാവരും കൂടിയുള്ള മുങ്ങിക്കുളിയും ഒക്കെ ആരാ മറന്നത്? ഓരോരോ വെക്കേഷൻ കാലം വരുംതോറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത തവണ സ്കൂൾ തുറക്കുമ്പോൾ ചെല്ലുക. എങ്കിലും ഒരു നിമിഷം പോലും മറക്കാനാവാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഓരോരോ വെക്കേഷനും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കോ അങ്ങനെയാണോ? ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അങ്ങനെയാണോ? ഈ ഫോണിലും ടാബ്ലറ്റിലൊക്കെ നോക്കി ഫുഡ് കൊടുക്കുന്ന ഏർപ്പാട് ശരിയാണോ? അതുപോലെ തന്നെ സ്വന്തം മുറ്റത്ത് നിൽക്കുന്ന ചെടികളുടെയെങ്കിലും പേര് ഒന്ന് കണ്ട് മനസ്സിലാക്കി പറയാനൊക്കെ കുട്ടികളെ കേപ്പബിൾ ആക്കേണ്ടത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയൊക്കെയല്ലേ?